ഹലോ ഗെയ്സ്, ഗുഡ് മോർണിംഗ്. ഞാനിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. കാരണം ഇന്ന് ഓഫീസിൽ പോകേണ്ട, ബക്രീദ് ആയതുകൊണ്ട് അവധിയാണ്. അപ്പോൾ ഞാൻ എണീറ്റു. രാവിലെ മഴയുടെ ശബ്ദം കേട്ടാണ് എണീറ്റത്. നോക്കിയപ്പോഴേക്കും നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. അപ്പോൾ ഒരു ചൂട് കോഫി കുടിച്ചിങ്ങനെ ഇരിക്കാനായിട്ട് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ കോഫി ചായയൊക്കെ വീണ്ടും കുടിക്കാറില്ല. ഞാൻ ചേട്ടനുള്ള സമയത്ത് ഞാൻ 2 മാസത്തോളം ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വീണ്ടും ചായ കോഫിയൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാമെന്ന് കരുതി KP നമ്പൂതിരിയുടെ ഒരു ആയുർവേദിക് ടൂത്ത് പൗഡർ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു കോൾഗേറ്റും കൂടിയാണ് ഞാൻ യൂസ് ചെയ്യാറ്. അതാണ് എൻ്റെ പല്ലിൻ്റെ രഹസ്യം. അപ്പോൾ അതിന് ശേഷം ഞാൻ മുഖം എന്നും ഞാൻ സോപ്പിട്ട് വാഷ് ചെയ്യാറുണ്ട്. കാരണം എൻ്റെ ഓയിലി സ്കിന്നാണ്. അതിന് ശേഷം ഞാൻ അലോവേര വിത്ത് സഫ്രോണിൻ്റെ ഒരു അലോവേര ജെൽ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അലോവേര ജെല്ലിട്ട് മുഖം ഒന്ന് കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് ഓഫീസിൽ നിന്ന് പോകേണ്ട, അതുകൊണ്ട് കുറച്ച് നേരം മസാജ് ചെയ്ത് കിടക്കട്ടെ എന്ന് കരുതി. പിന്നെ കുറേ തുണികൾ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. രാവിലെ തന്നെ കിച്ചണിൽ കയറുന്ന മുമ്പായിട്ട് തന്നെ ഞാൻ വാഷ് മെഷീനിലുള്ള തുണികളെല്ലാം വാരിയിട്ടു. പിന്നെ ഞാൻ കിച്ചണിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. അപ്പോഴേക്കും മുറ്റത്ത് നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി കാർ എടുത്ത് കുറച്ച് മുറ്റത്തോട്ട് ഇടാമെന്ന് വെച്ചു. കാരണം കാർ കംപ്ലീറ്റ് ചെളിയായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒന്ന് വൃത്തിയാകട്ടെ എന്ന് കരുതി, മഴവെള്ളം ഒന്ന് നനയട്ടെ എന്ന് വെച്ച് ഞാൻ കാർ എടുത്ത് മുറ്റത്തോട്ട് ഇറക്കി ഇട്ടു. അപ്പോൾ ഉള്ള മഴയത്ത് ഒന്ന് വൃത്തിയാകട്ടെ എന്ന് വെച്ചു. അതിനുശേഷം ഞാൻ പിന്നെ കിച്ചണിൽ കയറി. രാവിലെ പുട്ടായിരുന്നു. പിന്നെ മാൾക്കുട്ടിക്ക് പുട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് 2 ദോശ ഉണ്ടാക്കി കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കാർ ഒന്ന് കഴുകി വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തു, ഒക്കെ തുടച്ചിട്ടു. അപ്പം മഴ ഏകദേശമൊക്കെ ഒന്ന് തോന്നി വന്നിട്ടുണ്ടായിരുന്നു. മാളൂട്ടി പുതിയ ഒരു മീഷോന്ന് എന്തോ ഒരു ഓർഡർ ചെയ്തു. ബെഡ്റൂം ഡിസൈൻ ചെയ്യാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് അത് ലൈറ്റ്സൊക്കെ ഇട്ട് എന്നെ കാണിച്ചു. നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ ബെഡ്റൂമിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ അവളുടെ ഇഷ്ടത്തിന് വിട്ടു. പിന്നെ നല്ല മഴയായിരുന്നു. മഴയത്ത് നല്ല തണുത്ത വെള്ളത്തിൽ ഞാനൊന്ന് കുളിച്ച് കയറി. അതുകൊണ്ട് എനിക്ക് ജസ്റ്റ് ഒരു മേക്കപ്പ് ചെയ്യണം. കാരണം എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു പ്ലമ്മിൻ്റെ സൺസ്ക്രീമാണ്. അപ്പോൾ എനിക്കത് വാങ്ങി കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സൺസ്ക്രീമാണ്. പക്ഷേ എനിക്കത്ര ബെറ്ററായിട്ട് തോന്നില്ല. കാരണം കുറച്ച് ഓയിലിയാണ്. പക്ഷേ ഇടുമ്പോൾ നല്ലൊരു ഗ്ലോ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീണ്ടും അത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് BB ക്രീമാണ്. ഇത് ഞാൻ അബുദാബിയിൽ നിന്ന് വാങ്ങിയതാണ്. കഴിഞ്ഞ വർഷം ഞാൻ പോയപ്പോഴും ഇതിൻ്റെ 2 ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ ഒരു ക്രീം വാങ്ങി. എനിക്കത് ഭയങ്കര ഒരു കോൺഫിഡൻസ് നൽകുന്നൊരു ക്രീമാണ്. നന്നായിട്ട് പെട്ടെന്ന് ബ്ലെൻഡ് ആവുന്നൊരു ക്രീമാണ് കേട്ടോ. അപ്പോൾ എനിക്കത് കൈകൊണ്ട് തന്നെ അത് മസാജ് ചെയ്യാനായിട്ട് പറ്റും. പെട്ടെന്ന് ബ്രഷൊന്നും വേണ്ട, അത്രയ്ക്കും നല്ല പെട്ടെന്ന് ബ്ലെൻഡ് ആവും. നല്ലൊരു ഗ്ലോ തരും ആ ക്രീം. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക്ക് തന്നെയാണ്, ഒരു റെഡ് ലിപ്സ്റ്റിക്ക് ഇട്ട് എൻ്റെ കവിളൊന്ന് തേച്ചൊന്ന് ബ്ലഷ് ചെയ്തു. പിന്നെ ഐബ്രോ പെൻസിൽ എഴുതി. പിന്നെ എന്നത്തെ പോലെ ഐലൈനർ യൂസ് ചെയ്തു. പിന്നെ എൻ്റെ ലിപ് ലൈനർ, ഇത് ഞാൻ ഗൾഫിൽ നിന്ന് വാങ്ങിയതാണ്. ലിപ് ലൈനർ മിസ് ഡെമിയുടെ ഒരു ലിപ് ലൈനറാണ്. അതും ലൈൻ വരച്ചു. പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്ക്, ഇതും ഒരു വാട്ടർ പ്രൂഫ് ലിപ്സ്റ്റിക്കാണ്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയുള്ള ലിപ്സ്റ്റിക്കാണ്. അപ്പോഴേക്കും എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒന്ന് മുടിയൊന്ന് ഡ്രൈ ആക്കണം. ഹെയർ ഒന്ന് ഡ്രൈ ചെയ്തു. ഹെയർ അയണൊന്നും ചെയ്തില്ല. ജസ്റ്റ് എനിക്ക് ഇവിടെ നമ്മുടെ നിസാടെ വീട്ടിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഗെയ്സ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഡ്രസ്സ് ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പഴയ ഡ്രസ്സ് തന്നെയാണ്. എനിക്കിവിടെ നിസാടെ വീട് വരെ പോകേണ്ടതാണ്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ പോകാനായിട്ട്. ഇന്ന് ബക്രീദായിട്ട് നിസ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിസാടെ വീട്ടിൽ പോയി ഒരു നല്ല ചൂട് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വരണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്. മാൾക്കുട്ടി രാവിലെ തന്നെ റെഡിയായിട്ട് നിൽക്കുമായിരുന്നു. മമ്മി പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അവളുടെ ഫ്രണ്ടിനെ കാണാനുള്ള ധൃതിയായിരുന്നു. അങ്ങനെ എന്തായാലും ചെറിയൊരു ചാറ്റൽ മഴയിൽ ഞാനും മാൾക്കുട്ടിനും കൂടി നിസാടെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ നിസാടെ വേറൊരു ഫ്രണ്ടും കൂടെ ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാനും മാളുകുട്ടിയും എന്തായാലും വീടെത്താറായി. വലിയ ദൂരമൊന്നുമില്ല, ഒരു 2 കിലോമീറ്റർ ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. റോഡിലൊന്നും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിപ്പോൾ ബക്രീദ് പിന്നെ മഴ ഒക്കെ ആയതുകൊണ്ടായിരിക്കും. എന്തായാലും ഞങ്ങൾ നിസാടെ വീട്ടിലെത്തി. അപ്പോൾ അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. നിസയുടെ മക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിസ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്തിയപ്പോഴേക്കും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെയും നിസയുടെയും ബക്രീദ് ആശംസകൾ. ടാറ്റാ, ബൈ ബൈ.